സംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോൻ തൊടുത്തുവിട്ട അസ്ത്രം വീണ്ടും കമ്മിറ്റി റിപ്പോർട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമ്മയിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര ഭിന്നതകളും വാക്പോരും ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ശ്വേതയുടെ പ്രതികരണങ്ങളിൽ നിന്ന് തെളിയുന്നത്. ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞിട്ടും അമരത്തേക്ക് തിരിച്ചെത്താൻ ചിലർ അണിയറ നീക്കങ്ങൾ നടത്തുന്നുവെന്ന ആരോപണമാണ് പുതിയ കൊടുംകാറ്റിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട കുറ്റാരോപിതർ വീണ്ടും അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നത് തടയുമെന്ന നടി ശ്വേതാ മേനോന്റെ പ്രസ്താവനയ്ക്കെതിരെ നടി മാലാ പാർവതി രംഗത്തെത്തി. താൻ സംഘടനയിൽ ഉള്ളിടത്തോളം കാലം ആരോപണ വിധേയരായ പവർ ഗ്രൂപ്പ് ഭരണസമിതിയിലേക്ക് വരില്ലെന്ന ശ്വേതയുടെ നിലപാടിനെ മാലാ പാർവതി പരസ്യമായി ചോദ്യം ചെയ്തു. ശ്വേത വിരൽ ചൂണ്ടുന്ന ആ കുറ്റാരോപിതർ ആരൊക്കെയാണെന്ന് തുറന്നു പറയാൻ തയ്യാറാകണമെന്ന് മാലാ പാർവതി ആവശ്യപ്പെട്ടു. കൃത്യമായ പേരുകൾ വ്യക്തമാക്കാതെയുള്ള ഇത്തരം അപൂർണമായ പ്രസ്താവനകൾ മറ്റ് നിരപരാധികളായ അംഗങ്ങളെ കൂടി സംശയനിഴലിലാക്കുമെന്നും സംഘടനയ്ക്കുള്ളിൽ അനാവശ്യ തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ശക്തമായ വാദങ്ങളോടെ ശ്വേതയുടെ നിലപാടിനെ എതിർക്കുമ്പോഴും ആ പേരുകൾ പുറത്തു വന്നാൽ മലയാള സിനിമാ ലോകത്ത് ഒരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാകുമെന്ന് മാലാ പാർവതി സമ്മതിക്കുന്നുണ്ട്. എങ്കിലും നിഴൽ യുദ്ധം നടത്തുന്നതിന് പകരം വസ്തുതകൾ അംഗങ്ങൾക്കും പൊതുസമൂഹത്തിനും മുന്നിൽ തുറന്നു പറയാനുള്ള ബാധ്യത ശ്വേതയ്ക്കുണ്ടെന്ന് അവർ വ്യക്തമാക്കി. പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലും നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ബാബുരാജ്, സിദ്ദീഖ്, ഇടവേള ബാബു എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരിട്ട് പരാമർശിക്കപ്പെട്ടവയല്ലെന്ന് മാലാ പാർവതി ഓർമ്മിപ്പിച്ചു. തങ്ങളിനി സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരില്ലെന്നിവർ മുൻപ് തന്നെ വ്യക്തമാക്കിയതാണെന്നും നിലവിലെ ഇടക്കാല അഡ്ഹോക് സമിതിയിൽ ഇവർ അംഗങ്ങളല്ലെന്നും കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ ബാബുരാജും സിദ്ദീഖും ഇടവേള ബാബുവും അല്ലെങ്കിൽ പിന്നെ ശ്വേതാ മേനോൻ ലക്ഷ്യമിടുന്ന ആ രഹസ്യ കുറ്റാരോപിതർ ആരാണെന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. അമ്മയെ സംരക്ഷിക്കാൻ ശ്വേത പോരാടുന്നു എന്ന പ്രചാരണങ്ങൾക്കിടെയാണ് മാലാ പാർവതി സാങ്കേതികത്വവും വ്യക്തതയില്ലായ്മയും ഉന്നയിച്ച് രംഗത്തെത്തിയത്. അതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഈ സംവാദത്തിനിടയിലേക്ക് നടി പൊന്നമ്മ ബാബുവും ഇടപെട്ടതോടെ സംഭവം കൂടുതൽ ചൂടുപിടിച്ചു. മാലാ പാർവതിയുടെ പോസ്റ്റിന് താഴെ രൂക്ഷമായ തിരുത്തുമായാണ് പൊന്നമ്മ ബാബു എത്തിയത്. ശ്വേതാ മേനോനെ അമ്മയുടെ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ചത് തെറ്റാണെന്നും രാജിവെച്ചു പോയ അമ്മയുടെ പ്രസിഡന്റ് എന്ന് തിരുത്തണമെന്നും പൊന്നമ്മ ബാബു പരസ്യമായി ആവശ്യപ്പെട്ടു. ഇത് നിലവിലെ ഭരണസമിതി അംഗങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുറന്നു കാട്ടുന്നുമുണ്ട്. പൊന്നമ്മ ബാബുവിന്റെ വിമർശനത്തോട് മാലാ പാർവതി ഉടനടി പ്രതികരിച്ചു. ശ്വേതയുടെ കുറിപ്പിന് മറുപടി നൽകിയപ്പോൾ അബദ്ധത്തിൽ അങ്ങനെ എഴുതിപ്പോയതാണെന്നും അവർ രാജിവെച്ചൊഴിഞ്ഞതാണെന്ന പൂർണ്ണ ബോധ്യം തനിക്കുണ്ടെന്നും മാലാ പാർവതി തിരുത്തി സംസാരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചതാണ് സംഘടനയെ വലിയ പ്രതിസന്ധിയിൽ ആക്കിയത്. നിലവിൽ ഭരണ ചുമതല താൽക്കാലിക അഡ്ഹോക് സമിതിക്കാണെങ്കിലും അടുത്ത ഭാരവാഹി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അധികാരം പിടിച്ചെടുക്കാൻ വൻ ചേരിതിരിവാണ് നടക്കുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയും തൊഴിലന്തരീക്ഷവും പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സിനിമാ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തന്നെ ഉലച്ചിരിക്കുകയാണ്. കാസ്റ്റിംഗ് കൗച്ച്, ലിംഗവിവേചനം, പവർ ഗ്രൂപ്പിന്റെ ആധിപത്യം എന്നിവയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. WCC തുടക്കം മുതൽ ഉന്നയിച്ചിരുന്ന ഉന്നത തലത്തിലുള്ള അനീതികളും ഒതുക്കലുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടെ ശരിവെക്കപ്പെടുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് സംഘടനയ്ക്കുള്ളിൽ തന്നെ ആഭ്യന്തര തിരുത്തൽവാദങ്ങൾ ശക്തമായതും ചേരിതിരിവുകൾ രൂക്ഷമായതും. അധികാര സ്ഥാനങ്ങളിലേക്ക് വീണ്ടും എത്തുവാൻ അണിയറയിൽ കരുനീക്കുന്ന പ്രമുഖരുടെ പേരുകൾ ശ്വേത വെളിപ്പെടുത്തിയാൽ അത് പല പ്രമുഖരുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. എന്നാൽ പേരുകൾ മറച്ചുവെച്ചുള്ള ആരോപണങ്ങൾ സംഘടനയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. വരാനിരിക്കുന്ന പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും അമ്മയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരിക്കും. WCCയുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരും പരമ്പരാഗത രീതികളെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള തുറന്ന പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സംഘടനയിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നതും ഉറപ്പാണ്.